ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ജൂലൈ 5 ബഷീർ ദിനം പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ തന്റെ ആശയാത്മകമായ രചനാരീതി കൊണ്ട് മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള താലയോല പറമ്പിൽ ജനിച്ചു. സഹജീവി സ്നേഹവും പരിസ്ഥിതി ബോധവും ജീവിതത്തോടൊപ്പം ചേർത്ത് നമ്മെ നിഷ്കളങ്കമായി ചിരിപ്പിച്ച പാത്തുമ്മയുടെ ആടും, ബാല്യകാല സഖിയും, ശബ്ദങ്ങളും, മതിലുകളും, ഭൂമിയുടെ അവകാശികളും മലയാളിക്ക് സമ്മാനിച്ച മഹാനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മളുടെ ബേപ്പൂർ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ ഒരേയൊരു സുൽത്താൻ. ആ കഥാകാരന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒട്ടേറെ പാഠങ്ങൾ പകർത്തിയെടുക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ എന്റെ ഉപ്പുപ്പാക്ക് ഒരാണുണ്ടായിരുന്നു എന്ന നോവലിൽ കുഞ്ഞിപ്പാത്തുമ്മ തന്റെ തുടയിൽ കടിച്ച അട്ടയെ കുത്താൻ നോക്കുമ്പോൾ അന്ന് ഉപ്പയും ബാപ്പയും കാണൂലേ എന്ന് വിചാരിച്ച് ആ അട്ടയെ വെറുതെ വിടുന്ന കഥാപാത്രത്തിന്റെ കാരുണ്യം എഴുത്തുകാരന്റെ നന്മയുടെ ഉറവിടമല്ലേ? മുറ്റത്തെ റോസാച്ചെടിയിൽ നിന്ന് ഇല തിന്നുന്ന പുഴുവിനെ തട്ടിക്കളഞ്ഞ മകൾ സായിനെ വഴക്ക് പറഞ്ഞു. നമ്മൾക്ക് കാണാനുള്ളതുപോലെ പുഴുക്കൾക്ക് തിന്നാനുള്ളതാണെന്ന ബഷീരൻ തത്വം മകളെ ബോധ്യപ്പെടുത്തുന്നത് മറ്റു ജീവികളെ നമ്മോടൊപ്പം ചേർത്തു നിർത്തുന്ന മഹാമനസ്കതയല്ലേ? ചിരിയിൽ ചിന്തയുണർത്തുന്ന എത്രയോ അനുഭവങ്ങൾ, എത്ര ജീവിത പാഠങ്ങൾ. ജീവിതയാത്രയിലൂടെ നല്ല സന്ദേശം വരച്ചു വെച്ച് വിട പറഞ്ഞിട്ട് 31 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ രചനകളെല്ലാം ഇന്നും പുതുമയോടെ വായിക്കപ്പെടുന്നു. കാരണം അവ ഓരോന്നും ഓരോ പാഠപുസ്തകങ്ങളാണ്. ജീവിതം എന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തരമായ പാഠപുസ്തകങ്ങൾ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.